വെഡ്ഡിങ്ങും ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞത്. മാരേജിന് എത്ര മന്ത്സ് മുന്നെയാണ് ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് ചെയ്യേണ്ടത്? ബ്യൂട്ടി കെയർ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു ഭാഗമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു കാര്യം മാത്രമാണ് ബ്യൂട്ടി കെയർ. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് വെഡ്ഡിങ്ങിന് ഒരു സ്പെഷ്യൽ കെയറിൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ഡീപ്പായിട്ട് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ സ്കിന്നിൽ ഒരു കാര്യവും ചെയ്യുന്നില്ല. ഇപ്പോൾ വെഡ്ഡിങ് വരുന്നു, വെഡ്ഡിങ് വന്നിട്ട് അതിന് ഒരാഴ്ച മുമ്പ് വന്ന് നിങ്ങൾ സെലൂണിൽ വന്നിട്ട് എന്തെങ്കിലും മാജിക് കാണിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ജീം പൂമ്പ എന്ന് പറഞ്ഞാൽ ആവുന്നൊരു സംഭവമല്ലല്ലോ. അപ്പം നമുക്കൊരു കെയർ, പ്രത്യേകിച്ച് നമുക്കൊരു സ്കിന്നിനകത്തൊരു റിസൾട്ട് നമ്മൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കെയർ നമ്മളൊരു മിനിമം ഒരു 10-40 ദിവസം മുമ്പെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇത് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെലൂൺ അതിനകത്തൊന്നും ചെയ്യാനില്ല. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹോം കെയറിലൂടെ നിങ്ങളാണ് അത് ചെയ്യേണ്ടത്. കാരണം ഒരു ഡെയിലി റുട്ടീനിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതായിരിക്കും നിങ്ങളുടെ റിസൾട്ട്. ആ റിസൾട്ടിലായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സെലൂണിന് ചെയ്യാൻ പറ്റുന്നത് അതിനെ നമുക്കൊരു കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് എൻഹാൻസ് ചെയ്യാം. നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നോ അതിനെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാം. അതാണ് നമ്മളിപ്പോൾ ഒരു ഇന്ന സമയത്ത് ഞാൻ ക്ലിയർ ആയിട്ടിരിക്കണം എന്നുള്ള ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാത്തവർക്ക്, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവർക്ക് ഇതൊന്നും ഒരു ബാധകമേ അല്ല. വെഡ്ഡിങ്ങിൻ്റെ ഒരു 2-3 ദിവസം മുമ്പ് വന്നിട്ട് അവർക്ക് ചിലപ്പോൾ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ് അങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു ക്ലീനപ്പ് എടുത്തിട്ട് പോയാൽ അവരുടെ വിഷയം കഴിഞ്ഞു.